കുക്കിംഗ് വിത്ത് വിനീത വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ 1000 ന്യൂ ഡിഷ് സീരീസിലെ 52ാമത്തെ വീഡിയോ ആണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി അല്ലെങ്കിൽ ഡിഷിന്റെ പേരാണ് പനീർ പസന്ത. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ ആരംഭിക്കാം. ഇതൊരു വെജിറ്റേറിയൻ ഡിഷാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇനി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. പനീർ ഇതിന് ഞാൻ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. കണ്ടല്ലോ, വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് സ്റ്റഫ് ചെയ്യാൻ ഞാൻ പനീർ പൊടിച്ചത്, പിന്നെ കപ്പലണ്ടി വറുത്ത് പൊടിച്ചത് ഉപ്പില്ലാത്തത്, പിന്നെ ഫൈനലി ചോപ്ഡ് ആയിട്ടുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതാണ് ഇതിനകത്ത് ഞാൻ സ്റ്റഫ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ അത് കാണിച്ചല്ലോ, അത് ഞാൻ അകത്ത് സ്റ്റഫ് ചെയ്തതിന് ശേഷം ഇതിൽ മൈദ, കുറച്ച് ഫുഡ് കളർ ഇട്ടിട്ടുണ്ട് റെഡ്, പിന്നെ കുറച്ച് ഉപ്പും ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനെ പക്കോട അതിൽ ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൽ മുക്കി എണ്ണയിൽ പൊരിക്കുന്നതാണ്. ഉള്ളി അരച്ചത്, സവാള, തക്കാളിയും അരച്ചത്, പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കിസ്മിസും കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ മല്ലിയിലയും. ഇനി നമുക്ക് പക്കോട എങ്ങനെയാണെന്ന് അത് സ്റ്റഫ് ചെയ്യുന്നത് നോക്കാം. പനീറിൻ്റെ ഒരു സ്ലൈസ് എടുത്ത് ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നു. ഇതിനിങ്ങനെ സ്പ്രെഡ് ചെയ്യണം നല്ലോണം. അതിനുശേഷം ഈ ഫില്ല് ചെയ്ത് നേരത്തെ പറഞ്ഞിരുന്നു ഇതിനകത്ത് ഫില്ല് ചെയ്യുന്ന അത് ഇതിലേക്ക് ഇങ്ങനെ ഇടുക. എന്നിട്ട് വേറൊരു പീസ് ഇതിലേക്ക് വെക്കുക. അങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ നിറച്ച് വയ്ക്കാം. ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിരിക്കുകയാണ്. അത് എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. അതിലേക്ക് സഫോള ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ സ്റ്റഫ് ചെയ്ത് വെച്ച പനീർ ഈ മൈദയുടെ ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇടാൻ പോവുകയാണ്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. കാരണം ഒത്തിരി കട്ടിയാകാനും പാടില്ല, എന്നാൽ കട്ടി കുറയാനും പാടില്ല, മീഡിയം ആയിരിക്കും. അങ്ങനെ പനീറിൻ്റെ പക്കോട എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യമുള്ള മസാല റെഡിയാക്കാം. ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിരിക്കുകയാണ്. അത് ചൂടായി അതിലേക്ക് കുറച്ച് സഫോള ഓയിൽ നേരത്തെ ഒഴിച്ചത് അത് ഒഴിച്ചിരിക്കുകയാണ് കുറച്ച്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം.
ഇനി അരച്ച് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇടുകയാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് ഞാൻ ആ ഉള്ളി വഴണ്ട് വന്ന ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മല്ലിപ്പൊടി ഇത്രയുമാണ് ഇട്ടിരിക്കുന്നത്. ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളിയുടെ പ്യൂരി ഒഴിക്കുകയാണ്. തക്കാളി മിക്സിയിലിട്ട് നല്ലവണ്ണം അരച്ചതാണ്. അത് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കാം. അങ്ങനെ മസാല ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടു. കാരണം നമ്മൾ പക്കോട ഉണ്ടാക്കിയപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടാണ് എല്ലാം മിക്സ് ചെയ്തതല്ല. പക്ഷേ ഉപ്പ് കുറവായി തോന്നിയതുകൊണ്ട് ഇതിലും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുകയാണ്. അങ്ങനെ മസാല റെഡിയായി. ഇനി തീ ഓഫ് ചെയ്യാണ്. അങ്ങനെ പനീർ പക്കോട റെഡിയായത് ഒരു ബൗളിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ ഉണ്ടാക്കി പ്യൂരി ഇടുകയാണ്. അതായത് മസാല. ഇതിന് നല്ലവണ്ണം സ്പ്രെഡ് ചെയ്ത് ഇടണം. നല്ല അടിയിലുള്ള പനീർ പക്കോടയിലും എല്ലാം ഇത് പിടിക്കുകയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും ചെയ്ത് നോക്കുക. കുക്കിംഗ് വിത്ത് വിനീത വ്ലോഗിലെ 1000 ന്യൂ ഡിഷ് സീരീസിലെ 53ാമത്തെ വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.